The number you have dialed is currently busy. Please try later. ഡാ വിക്കി വാതിൽ തുറക്കണില്ലല്ലോ. നീ ഒന്നുകൂടെ മുട്ടി നോക്കിയേ. നേരം വെളുത്തപ്പോഴാണ് വന്ന് കയറി. ഉറക്കമായിരിക്കും. ഇല്ലടാ തുറക്കണില്ല. അവനകത്തില്ലെങ്കിൽ താക്കോൽ അവിടെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവും. നോക്കിക്കേ. നീ കോട്ടിന്ന് ഇറങ്ങിയോ? എപ്പോൾ എത്തും? ഞാൻ ജസ്റ്റ് ഇറങ്ങിയുള്ളൂ. പക്ഷെ ഇപ്പം എത്തൂല. സീനിയറിനെ ഒന്ന് കാണാൻ പോകണം. എന്നാലേ നീ നിന്റെ സീനിയറിനെ ഒക്കെ കണ്ട് മെല്ലെ രാത്രി അവധിക്ക് ഇങ്ങോട്ട് വന്നാൽ മതി. എന്താടാ ഇന്നാരാ കൂടെ? ഒരാൾ വരും. പറഞ്ഞാൽ നീ അറിയൂല. ശരി എന്നാ വെച്ചോ വെച്ചോ. നീ ഒരു കാര്യം ചെയ്യ്. വരുമ്പോൾ ഒരു 3 ബീർ വാങ്ങിട്ടോ. അതെന്തിനാ 3 വിക്കിന്ന് വരാൻ ചാൻസ് ഇല്ല. അതറിയാം. ഒന്ന് അവൾക്കാ. ശരി ഞാൻ വാങ്ങിക്കൊണ്ട് വരാം. നീ വെച്ചോ. ശരി. റെഡി. ഇപ്പൊ ഒന്ന് പുറത്തു പോയതാ എന്തോ മേടിക്കാനായിട്ട്. എന്താ തൻ്റെ പേര്? ലെനിൻ. നാട്ടിലെവിടെയാ? ഗുരുവായൂരടുത്ത. അത് ഫ്രിഡ്ജ് വെക്കണമെന്നില്ല. ഒരു കമ്പനി തരാൻ പറ്റുകയാണെങ്കിൽ ഇപ്പം എന്നെ പൊട്ടിക്കാം. പേരെന്തായിരുന്നു? പേര് ബിയാട്രിക്സ്. ബിയാട്രിസ്. ബിയാട്രിക്സ്. ഫ്രെഡി എങ്ങനെ പരിചയം? എൻ്റെ സിസ്റ്ററും അവനും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇടയ്ക്കൊക്കെ കാണും. അങ്ങനെ അറിയാം. നിങ്ങളുടെ റൂം കൊള്ളാലോ. ഇതൊക്കെ ഫ്രെഡിയുടെ പണിയാ? ഞങ്ങളുടെ ഒരുത്തനും കൂടെ ഉണ്ട്, വിഘ്നേഷ്. ഇതൊക്കെ അവൻ്റെ പണിയാണ്. ഭയങ്കര മൂവി ബഫ. കട്ട കമലഹാസൻ ഫാൻ. ആരാ എൻ്റെ ഫേവറേറ്റ് ആക്ടർ? ഉമാ തുർമാൻ. ആക്ടർ? ഉമാ തുർമാൻ. ഓടിയിടൂ. ലോയറാ. ഇവിടെ ഇപ്പോൾ സ്റ്റീഫൻ പ്രോഗ സാറിൻ്റെ ജൂനിയറാണ്. എന്തു പറ്റി? സിറ്റിയിലെ തന്നെ ഏറ്റവും തിരക്കുള്ള ലോയറല്ലേ. ആളുടെ ജൂനിയർ ആവാൻ എത്ര പേരെ പിന്നാണ് നടക്കണത്. അത് ശരിയാ. പക്ഷെ പുറകെ കിടക്കുന്നവർക്ക് അറിയില്ലല്ലോ അതിൻ്റെ ഉള്ളിൽ എന്താ നടക്കുന്നത്. എന്ത്? ഇന്ന് പുള്ളിയുടെ കരിയറിലെ ആദ്യത്തെ തോൽവി. എൻ്റെ കഷ്ടകാലം അസിസ്റ്റ് ചെയ്ത് ഞാൻ. ദേഷ്യം തീർത്ത മുഴുവൻ എന്നോട്. കേസ് എന്തായിരുന്നു? കുറച്ചു കാലം മുന്നേ വന്ന ന്യൂസാ. താൻ കണ്ടിട്ടാവാൻ ചാൻസ് ഇല്ല. ഈ കേസിൽ ആ പെണ്ണിന് വേണ്ടി അപ്പയർ ചെയ്ത് സ്റ്റീഫൻ സാറാണ്. എന്നിട്ടെന്താവൻ? തോറ്റു. ആ പെണ്ണിന് ജയിലിൽ. അതിനിപ്പോൾ എന്താ പ്രശ്നം? ആ പെണ്ണിന് ക്രൈം ചെയ്തു,
അതിനുള്ള ശിക്ഷ കിട്ടി, അത് തന്നെയല്ലേ വേണ്ടതും. നിയമം നോക്കുമ്പോൾ ചിലപ്പോൾ ശരിയായിരിക്കും. പക്ഷെ ഒരു മനുഷ്യനായിട്ട് വേണ്ട ഒരു പെണ്ണായിട്ട് ചിന്തിച്ച് നോക്കി. ആ പെൺകൊച്ച് എന്തോ ഒരു അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. അവൻ ചെയ്തതിന് അവൾ അതെങ്കിലും ചെയ്യണ്ടേ. ഞാൻ വേറൊരു കാര്യം കാണിക്കട്ടെ. ഇതേ പേപ്പറിൻ്റെ ആദ്യത്തെ പേജൊന്ന് നോക്കി നോക്ക്. എല്ലാവരും കണ്ടൊരു ന്യൂസ് ഉണ്ട് അവിടെ. ആദ്യത്തെ ന്യൂസ് 6ാമത്തെ പേജിൽ, 2ാമത്തെ ഫ്രണ്ട് പേജിൽ ഏകദേശം ഒരുപോലത്തെ സംഭവം. പിന്നെന്തെങ്ങനെയെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ആദ്യത്തേത് ഒരു പെണ്ണ് ചെയ്ത ക്രൈം, 2ാമത്തേത് ഒരാണ് ചെയ്ത ക്രൈം. അതിന് 3-4 മാസം മുന്നേ ഈ സംഭവങ്ങളൊക്കെ നടന്നപ്പോൾ ആദ്യത്തെ ന്യൂസിലെ പെൺകുട്ടിയെ കുറിച്ചിട്ട് എല്ലാവരും ജസ്റ്റിസ് ഫോർ നിഷ എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റും സ്റ്റോറിയൊക്കെ ഇട്ടു. എന്നാൽ 2ാമത്തെ സംഭവം എത്ര പേർക്കറിയാം? അത് പിന്നെ ഒരാണിന് സംഭവിക്കുന്ന പോലെ അല്ലല്ലോ ഒരു പെണ്ണ് സംഭവിക്കണം. അതെന്താ? ഈ ആർട്ടിക്കിൾ 14 ഇന്ത്യയിൽ എല്ലാവർക്കും ഒരേപോലെ തന്നെയല്ലേ? ഹൈദരാബാദ് ലേഡി ഡോക്ടറെ കത്തിച്ചു വന്നപ്പോൾ ആ വാർത്ത നാഷണൽ ഹെഡ്ലൈൻ. പക്ഷേ ആഗ്രയിൽ ഒരു ഭാര്യ അമ്മായിമ്മയും കൂടി ഒരു പയ്യനെ ജീവനോടെ കത്തിച്ചു വന്ന വാർത്ത എത്ര പേർക്കറിയാം? തനി ഗാസിയാബാദ് ഗ്യാങ് റേപ്പ് കേസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആ, എന്തോ പ്രോപ്പർട്ടി ഇഷ്യൂൻ്റെ പേരിൽ ഒരു പെണ്ണിനെ 5-6 പേര് കൂടി റേപ്പ് ചെയ്ത സംഭവമല്ലേ? എന്നിട്ട് പിന്നെ എന്ത് സംഭവിച്ചെന്നറിയാമോ? അവർക്കെന്തോ ശിക്ഷയൊക്കെ കിട്ടിയില്ലേ? ശിക്ഷ കിട്ടി. അവർക്കല്ല, പെണ്ണിന് ഫേക്ക് റേപ്പ് കേസ് കൊടുത്തതിന്. എത്ര പേര് അറിഞ്ഞത്? എന്തിനധികം പറയണോ? നമ്മുടെ നാട്ടിലൊരു പെൺകുട്ടി അവളുടെ ബോയ് ഫ്രണ്ടിന് പോയിസൺ കൊടുത്തു വന്നില്ലേ? ഇതിപ്പോൾ ആ പയ്യനാ ചെയ്തിരുന്നെങ്കിലോ? അവൻ ഓർമ്മ വെച്ച കാലം തൊട്ട് ചെയ്ത സകലമായ കാര്യങ്ങളും മീഡിയ കുത്തിപ്പൊക്കിയാണ്. ഇങ്ങനെ നടന്നപ്പോൾ എന്തുണ്ടായേ? പെൺകുട്ടി പഴയ കലാതിലകം, സ്കൂൾ ഫസ്റ്റ്, ഇല്ലാത്ത ഗുണങ്ങളൊന്നുമില്ല. ഇവിടെ ബാംഗ്ലൂർ ഒരു പെണ്ണ് ഡെലിവറി ചെക്കൻ്റെ മൂക്കിനിടിച്ചു, അറ്റാക്ക് ചെയ്തു എന്നൊക്കെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നല്ലോ. അത് ഷെയർ ചെയ്ത 100-ൽ ഒരാളെങ്കിലും ശരിക്കും എന്താ നടന്നതെന്ന് അറിഞ്ഞപ്പോൾ ആ ന്യൂസ് ഷെയർ ചെയ്തിരുന്നോ? ഇനി എന്തിനധികം പറയുന്നു? ഒരു സിനിമ തുടങ്ങുമ്പോൾ എന്താ എഴുതി കാണിക്കുന്നത്? വയലൻസ് അഗെയിൻസ്റ്റ് വുമൻ ആൻഡ് ചിൽഡ്രൻ ഇസ് എ പണിഷബിൾ, അല്ലാതെ വയലൻസ് അഗെയിൻസ്റ്റ് ഓൾ ലിവിങ് ബീങ്സ് അല്ലല്ലോ. താൻ ലോ സ്റ്റുഡൻ്റ് അല്ലോ? അതിന് ലോ സ്റ്റുഡൻ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ആണോ പെണ്ണോ ആയിക്കോട്ടെ, എത്രയൊക്കെ ന്യായം നമ്മുടെ പക്ഷത്തുണ്ടെന്ന് പറഞ്ഞാലും ഒരു ക്രൈം ചെയ്താൽ അത് തെറ്റില്ലാതാവില്ല. അതിപ്പോൾ താൻ ചെയ്താലും ഞാൻ ചെയ്താലും ആ ഫ്രിഡ്ജിനകത്ത് ചത്തിരിക്കണം എന്ന് എൻ്റെ ഫ്രണ്ട് ഫ്രെഡ് ചെയ്താലും